സുന്ദരി, ഹായ് സുന്ദരി. സുന്ദരി സുന്ദരി പപ്പടം കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ സുന്ദരിക്ക് ഞാൻ കുറച്ച് പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നും രാവിലെ എന്തെങ്കിലും അവൾക്ക് അത്യാവശ്യമാണ് ഇവിടുന്ന്. അപ്പോൾ ഞാൻ പപ്പടം ഇട്ട് കൊടുത്തതിൻ്റെ തിരക്കിലാണ് അവൾ. ഇപ്പോൾ കുറേ നേരം മേടിച്ചു. വാതുക്കൽ കിടക്കുമായിരുന്നു. അതൊക്കെ അകത്തേക്ക് കയറാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അകത്തേക്ക് കയറ്റണില്ല. അപ്പോൾ ഞാൻ പുറത്ത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എന്തുവാണെങ്കിലും ഇന്നലെ മുറുക്കാണ് ഇട്ട് കൊടുത്തത്, കൊക്കുവടയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി കേട്ടോ. അവൾക്ക് എന്തെങ്കിലും മതി, എനിക്ക് എന്തെങ്കിലും തരൂ എന്നാണ് അവൾ പറയണത്. പാവം തോന്നും. കാരണം ഇപ്പോൾ ഇവിടുത്തെ ഇവൾ ഇന്നലെ രാത്രി ഇവിടെ കിടന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്തൊക്കെ വന്നപ്പോൾ ഇവളിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി രാത്രിയിൽ ഇവളിവിടെ സിറ്റ് ഔട്ടിൽ കിടക്കാണ്. ഞങ്ങൾ ചവിട്ടിയും പിന്നെ കാർപ്പറ്റത്തൊക്കെ വിരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അവിടെ കിടക്കാണ്. ഡേ സുന്ദരി കനകി, ഹായ്. ഹായ് പറ. ഹായ്. സുന്ദരി ചുന്ദരിയാണ് കേട്ടോ. ഓ ചുന്ദരി. ശരി ശരി ശരി. ശരി ശരി. നിന്നെ സിനിമയിലെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ സുന്ദരിക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് സുന്ദരി ഇരുന്ന് കഴിക്കുന്നത് വളരെ അറ്റാച്ച്ഡ് ആയിട്ടോ. സുന്ദരി ഞങ്ങളായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡായി. രാവിലെ ഞങ്ങളിപ്പോൾ വാതിലിൻ്റെ നടയിലാണ് അവൾ, ആ ചവിട്ടിയിലാണ് കഴുകുക, കാർപ്പറ്റിൽ. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര ചൂടുള്ള സമയമാണ്. രാവിലെ ഒത്തിരി ചൂട് വന്നു കഴിഞ്ഞാൽ അവൾ ഇതാ ടെറസിലേക്ക് അവൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ്, വളരെ ശോഷിച്ച്, കുറച്ചുകൂടെ നല്ല ശോഷിച്ച്, ശരിക്കും പറഞ്ഞാൽ വയ്യാതെയാണ് അവൾ ഇവിടേക്ക് വന്നത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ചെറുതായിട്ട് കഴിച്ചു തുടങ്ങി. നമ്മളായിട്ട് ഇണങ്ങി, പെട്ടെന്ന് ഇണങ്ങി. എനിക്ക് തോന്നുന്നു പറയാറുണ്ടല്ലോ, ഞാൻ പറയാറില്ല, രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് മുകളിൽ നിന്ന് ചാടുകൾ, എന്നിട്ട് ഇങ്ങനെ ഓടിപ്പോവും. അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കും, കാറിൻ്റെ ചുവട്ടിൽ വന്ന് കിടക്കും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ പണ്ട് മൃഗങ്ങളെ എനിക്ക് ഇഷ്ടമേ അല്ല. ഒരു ഭയം, ഒരു എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ, എല്ലാ മൃഗങ്ങളെയും എനിക്ക് ഇഷ്ടമല്ല. അതേപോലെയാണ് ഞാനിങ്ങനെ തൊടാനൊക്കെ എനിക്ക് ഭയങ്കര അറപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വളർന്നു വന്നതാണ്. ഒരുപാട് അങ്ങനെ കാലങ്ങൾ നമ്മൾ മൃഗങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളെ കാണും, ദേ വരുന്നു പട്ടി വരുന്നു, ദേ വരുന്നു പൂച്ച വരുന്നു, അങ്ങനെയൊക്കെ നമുക്കൊരു ഭയവും ഉള്ളിലൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വളർന്നു വന്നിരിക്കുകയായിരുന്നു കേട്ടോ. കല്യാണം കഴിച്ചു കൊണ്ടുവന്നതോ ഒരു ഇവിടെ ജീവിക്കുന്ന ഒരു വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റ് വന്നപ്പോഴാണ്, ഇവിടെ ഇങ്ങനെ എൻഗേജ്മെൻറ്റിന് അവർ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ട്, സരമയുണ്ട്. അത് സരമ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു വ്യക്തിയാണെന്നാട്ടോ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന. ഇവരൊരു വ്യക്തിയെ പോലെ നമ്മളെക്കാളൊക്കെ പ്രാധാന്യം അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സരമ എന്നാണ് അവളുടെ പേരുണ്ടായത്. ആദ്യം എനിക്ക് വന്നപ്പോൾ ഭയങ്കര പേടിയെന്ന്. പിന്നെ ലാഭായ കാരണം പെട്ടെന്ന് ഇണങ്ങുമല്ലോ എനിക്ക്. ഞാൻ വെച്ചാൽ അപ്പം ഇങ്ങനെ നായ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനെന്ത് ചോദിച്ചാൽ സെർച്ച് ചെയ്തൊക്കെ നോക്കും, എങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ എന്താന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്തൊക്കെ നോക്കി പഠിക്കൂട്ടോ. അങ്ങനെയാണ്. അപ്പം എന്നാലും എനിക്ക് അവളെ തൊടാനും ഇതൊക്കെ ഭയങ്കര. പിന്നെ അങ്ങനെ എന്നെ ഇങ്ങനെ തൊടിപ്പിക്കുക, അവളെ തല ഓടിപ്പിച്ച് ഒക്കെ ചേട്ടൻ എന്നെ അങ്ങനെ പാമ്പറേത്ത് അവളെ നോക്കാനൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് സിനിമ ഉണ്ടായിരുന്ന സമയത്ത് ഈ അപ്പിയൊക്കെ ഇട്ട് വയ്ക്കും. അപ്പോൾ അകത്ത് അപ്പിയിടും. എനിക്ക് അതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് തീരെ പറ്റില്ല. എനിക്കത് ഉള്ളിടത്തോളം കാലം എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്കത് തീരെ പറ്റില്ലായിരുന്നു. അങ്ങനെ പഠിപ്പിക്കാതെയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ഞാനിപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കാണാൻ എല്ലാവരും ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കും. എന്നിട്ട് അവർ ഫുഡ് കൊണ്ടുകൊടുക്കും, എന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ അത് ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. ഇവൾക്ക് ഫുഡ് നമ്മളവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇവളത് ഫുഡ് കഴിക്കും. ഇവർക്ക് എന്താ വെച്ചാൽ ഇവർ ഫുഡ് എറിഞ്ഞു കൊടുക്കും. ഈ ഭക്ഷണം ഡൈനിങ് ടേബിളിൻ്റെ അപ്പോൾ അവളെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴും. അപ്പോൾ ഇങ്ങനെ നിറച്ചിങ്ങനെ വെള്ളം വീഴും. അപ്പോൾ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു അവളുടെ അത്.
അപ്പോൾ ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, നമുക്കങ്ങനെ ശീലമില്ലാത്തതും. അപ്പോൾ ഈ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെ വായുന്ന കൊഴുപ്പ് ഇങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് അങ്ങോട്ട് വീഴും. അപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെ എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പോൾ അവള് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നമുക്ക് നോക്കണം എന്നുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഒരു അപ്പി കിട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കും. അവളിങ്ങനെ അവളാണെങ്കിൽ ഭയങ്കര കുറുമ്പത്തിയും കൂടിയായിരുന്നു. നമ്മൾ കിടക്കുന്ന വഴിയിൽ മൂത്രമൊഴിച്ച് വയ്ക്കും, അപ്പിട്ട് വയ്ക്കും. അപ്പോൾ ഈ റൂമിൽ നിന്ന് എനിക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല, എന്നെ അങ്ങനെ പൂട്ടിയിടുന്ന പോലെയൊക്കെ അവൾ ചെയ്യും. പിന്നെ മുകളിലേക്ക് കോണിയുടെ റൂമിലേക്ക് കയറുമ്പോൾ അവിടെ അപ്പിട്ട് വയ്ക്കും. അവള് ഭയങ്കര കുറുമ്പത്തിയായിരുന്നു. അപ്പം എന്നെയും കുറുമ്പ് കാണിപ്പിക്കും. പിന്നെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു വീട്ടിൽ. അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ സമയത്തൊന്നും ഇവിടെ വൃത്തിയാക്കില്ല. അന്ന് കുറച്ച് പേരുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും തനിച്ചായത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. എനിക്ക് അവളോടും എന്നെ കൊണ്ട് ഇങ്ങനെ അത് കഴുകിപ്പിക്കുകയൊക്കെ ചെയ്യും. അത്രയും വിഷമിപ്പിക്കും. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഞാൻ ഇറിറ്റേഷൻ മൊത്തം എൻ്റെ ഫുഡും എന്നോട് തന്നെ. എന്നെ കൊണ്ട് ഇങ്ങനെ എനിക്കറിയില്ല അതെങ്ങനെ കോരണം എന്താണെന്ന്. കൈ ഇങ്ങനെ കഴുകിയൊക്കെ നിൽക്കും ഞാൻ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളിൽ എവിടെ അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ അവളോട് അറ്റാച്ച്മെൻറ്റ് കാണിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, അവളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അവളെ ഫുഡ് ഞങ്ങൾ മുകളിലേക്ക് അവളെ കൊണ്ടുവന്നു. അവളങ്ങനെയാണ്. നമ്മളുടെ വീട് മൊത്തം അങ്ങനെ എനിക്ക് ശീലമില്ലല്ലോ അത്. അപ്പോൾ എല്ലാവരും അത് എന്നെ ഏൽപ്പിച്ചു എല്ലാ കാര്യങ്ങളും. ആരും ഒന്നും നോക്കണമെന്നില്ല. എനിക്കാണെങ്കിൽ ഇത് പറ്റാണ്ടായി. നമുക്ക് ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ബ്ലഡ് കൗണ്ട് കുറഞ്ഞു, വൈറ്റമിൻസ് കുറഞ്ഞു, ആകെ ഒരു ഡിപ്രഷൻ പോലെ. ഡിപ്രഷൻ എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യല്ലേ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ സരമ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു തുടങ്ങുന്ന ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ അവളെ ഇവിടെ നമ്മുടെ മുകളിൽ നമ്മുടെ ബാൽക്കണിയിലാണ് അവൾ കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് കൊണ്ടുവരും. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അവൾ കാണാൻ വരും, അവൾക്ക് ഞാൻ ഫുഡ് കൊണ്ടു കൊടുക്കും, ചേട്ടൻ കുളിപ്പിക്കും. അങ്ങനെ അവൾ ഈ ടെറസ് മൊത്തം അവൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവളെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒപ്പിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കുറുമ്പത്തി പെണ്ണായിരുന്നു. അവളങ്ങനെ ശീലിപ്പിക്കാതെ. ഇപ്പം എല്ലാവരും അത് കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര, ഞാനന്ന് ഡോഗ് ഷോ ഒക്കെ കാണാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എല്ലാവരും ഇങ്ങനെ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ പാമ്പർ ചെയ്ത് നടക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ അകത്തൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്തായിരുന്നു. അപ്പോൾ അത് ഒരു പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എനിക്ക് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവള് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളൊന്ന് വയസ്സായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പ്രായമുള്ളവളായിരുന്നു. എല്ലാവരും മൂത്തത് അവളായിരുന്നു ഇവിടെ. എന്നിട്ട് അതിന് ശേഷം അവിടെ പിന്നെ വയസ്സായി, ഇങ്ങനെ കാലുമൊക്കെ ഒരു കുരും അത് ഇതൊക്കെ വന്നിട്ട്. അപ്പം ഏട്ടൻ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവളുടെ അടുത്ത്. അപ്പം ഞങ്ങളിങ്ങനെ രാത്രിയിലൊക്കെ വന്ന് നിൽക്കും, അവളുടെ അടുത്ത് വർത്താനം പറയും. ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും, രാവിലെ ചേട്ടൻ ഭക്ഷണം കൊണ്ട് കൊടുക്കും, രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി വരും. അങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് തന്നെയാണ്. നമ്മൾ അകത്തേക്ക് വരുന്നത് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടൊക്കെ നടക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ സരമ എന്നാണ് കേട്ടോ അവളുടെ പേരിട്ടത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ സരമ പോയി. അപ്പോൾ എനിക്ക് അവൾ പോയപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, വിഷമിച്ച്. എനിക്ക് ആരോ എൻ്റെ നഷ്ടപ്പെട്ടു പോയ പോലെയായിരുന്നു. കാരണം എനിക്ക് അവൾ വീട്ടിലുണ്ടാവുന്നത് ഇഷ്ടമാണ്. പക്ഷെ അവൾ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട്, എനിക്കൊരു പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതവളോ. അപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവളിങ്ങനെ അത് എൻ്റെ മനസ്സിനെ വല്ലാതെ ഉണ്ടായി. എനിക്കിപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു കുഞ്ഞു ഡോഗിനെ മേടിക്കാൻ, നമുക്ക് ഇങ്ങനെ വളർത്താം, നമുക്ക് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക എന്നൊക്കെ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, ഇല്ല ഡോഗ്സിനെ വേണ്ട, നമ്മളെവിടേക്കെങ്കിലും പോകുമ്പോൾ ഇനി എന്ന് വെച്ചാൽ ഇവിടെ സരമേനെ ഇവിടെ ആക്കിയിട്ട് നമുക്ക് പോകാനായിട്ട് എവിടെയും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വീട്ടിലേക്കൊക്കെ പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വേണ്ട, സരമ ഇവിടെ ഇരുന്നോട്ടെ, അല്ല ഡോഗ്സിനെ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞോട്ടാ. അങ്ങനെ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എല്ലാവരും പൂച്ചകൾക്കൊക്കെ ഇങ്ങനെ ചോറ് കൊടുക്കും. എനിക്കത് ഇഷ്ടമാണ്. പുറത്ത് എനിക്ക് എന്തും ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അകത്താണ് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പുറത്തേക്ക് അതൊക്കെ കൊടുക്കാൻ എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പൂച്ചകളും വരില്ല, പൂച്ചകളൊക്കെ വരും, അങ്ങനെ ഫുഡൊന്നും അങ്ങനെയാണ് നമ്മുടെ ഡുണ്ടുമോൻ അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെന്നെ കാണാതെ, കുറച്ച് ദിവസം അവനെ കാണാതെ ഇപ്പോൾ അവന് കാണാതെ ഇങ്ങോട്ട് വരാണ്ടായി. അപ്പോൾ എനിക്ക്
ഭയങ്കര വിഷമം, ഞാൻ കരച്ചിലായി. ഒരു എന്തോ ഒരു സ്ട്രെസ്സായിരുന്നു. അയ്യോ അവനെന്താ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചെത്തി, ഡുണ്ടുമോൻ തിരിച്ചെത്തി. പക്ഷെ അവൻ എന്നോട് മൈൻഡില്ല. എന്നോട് അങ്ങനെ ഞാൻ ഡുണ്ടുമോനെ ഡുണ്ടുകുട്ടാ എന്നൊക്കെ വിളിക്കും. പക്ഷെ അവൻ എൻ്റെ അടുത്ത് ഒരു മൈൻഡും ഇല്ല. എനിക്ക് ഭയങ്കര ഫീലായി. അതിന് ശേഷമാണ് കേട്ടോ ഇവള് വന്നത്, സുന്ദരി വന്നത്. സുന്ദരി എന്താണെന്നറിയില്ല, എങ്ങനെയോ എന്താണെന്നറിയില്ല, എന്നെ ഇങ്ങനെ വിഷമിച്ച് കരയുക, ഇങ്ങനെ പീ 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 എന്ന് വിളിച്ചിട്ട് കരയുമ്പോൾ അപ്പോൾ ഭക്ഷണം കൊണ്ടു കൊടുത്തു. അവൾ ഭയങ്കര അറ്റാച്ച്ഡ്. ചേട്ടൻ രാവിലെ ബിസ്ക്കറ്റ്സ് കൊണ്ടു കൊടുക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്ത് കഴിക്കുന്നു, രാവിലെ എന്താ കഴിക്കുന്നത് അത് കൊണ്ടുപോയി കൊടുക്കും. എന്തെങ്കിലും കഴിക്കുക, അവൾക്ക് ആവശ്യമെങ്കിൽ കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ കണ്ടില്ല മുട്ട കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് അവൾക്ക് താല്പര്യമില്ല അതൊന്നും കഴിക്കും, മുട്ടയെന്ന്. അവൾക്ക് ബിസ്ക്കറ്റ് താല്പര്യം തോന്നുന്നു എനിക്ക്. അപ്പോൾ ബിസ്ക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ മുട്ടയുടെ വെള്ള കുറച്ച് കൊടുത്തത്. കഴിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. അവളത് കഴിക്കുന്നില്ല, കുറച്ചിങ്ങനെ കഴിച്ചിങ്ങനെ നിൽക്കാൻ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സരമ അങ്ങനെ പോയി. ഇപ്പം എനിക്കൊരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ് ഈ സുന്ദരിയുടെ അടുത്ത്, ഒരു വല്ലാത്ത സുന്ദരിക്ക്. അപ്പോൾ വെച്ചാൽ അവളവിടെ രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ വാതിൽ തുറക്കുന്നത് അവളുടെ അടുത്താണ്. അപ്പോൾ അവൾ അവിടെ ഉണ്ടാവും. എന്നിട്ട് അവൾ ഞങ്ങളുടെ ഫുഡ് വാങ്ങിച്ച് കഴിക്കണം, അത് അവളുടെ ഒരു റൊട്ടീനായിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഡുണ്ടുമോൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ കുറേ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പണ്ടാണെങ്കിൽ അവൻ ഇങ്ങനെ കൊഞ്ചി അവിടെ കിടക്കും. അവന് ഒരു അകലത്തിലാണ് നിൽക്കുള്ളൂവെങ്കിലും അവൻ ഞാൻ വിളിക്കുന്നതൊക്കെ കേട്ട് ഇങ്ങനെ കുണുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു ഇതായിരുന്നു എനിക്ക്. അവൻ അങ്ങനെ ഇപ്പം ഇവളാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭക്ഷണം അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ തൊടാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഫുഡ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, അവരെ വിളിച്ച് സംസാരിക്കുക, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതന്നെയാണ് ഞാൻ സരന്മാരുടെ അടുത്ത് ചെയ്യേണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ നമ്മുടെ അകത്ത് കൊണ്ടുവരാനും പിന്നെ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. അങ്ങനെ കുഞ്ചിച്ച് അങ്ങനെ ഇരിക്കാനൊന്നും. കൊണ്ടു നടക്കാൻ എനിക്കിഷ്ടമാണ്, പുറത്തൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇതാണ്. അപ്പോൾ ഇന്ന് സരമേനയും എനിക്കിന്ന് അവൾ ഫുഡൊക്കെ കഴിക്കാനപ്പോൾ സരമ ഫുഡ് കഴിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ ബഹളം സരമേനെ പോലെ വാർത്ത. സരമയ്ക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞ് ഭയങ്കരമാണ്, ഞങ്ങൾ കഴിക്കാൻ സമ്മതിക്കില്ല. അവൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവൾ ഭയങ്കര ആക്രാന്തം അവൾക്ക്. അപ്പോൾ ഇന്നിപ്പോൾ അവളൊന്നും ഇല്ല. ഇപ്പോൾ ഇവരാണ്, സുന്ദരിയാണ് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഭയങ്കര സ്നേഹത്തിൽ നിൽക്കണത്. ഡുണ്ടുമോൻ വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങോട്ട് കാണിക്കണില്ല. പണ്ടത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ല. ഞാൻ എൻ്റെ വിളിയൊക്കെ കേട്ട് ഇങ്ങനെ വെറുതെങ്ങനെ ഇരിക്കും, ഞാൻ വിളിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട്. ആ ഒരു സ്നേഹമൊന്നും ഇപ്പോൾ എനിക്ക് അവനിൽ കാണാനില്ല. എനിക്ക് എന്താണെന്നറിയില്ല, അവൻ വരുന്നത് കാണാനില്ല എൻ്റെ അടുത്ത്. എന്തോ എനിക്ക് മൃഗങ്ങളോട് ഇപ്പോൾ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നായക്കുട്ടീനെ വളർത്തണമെന്നാണ് എനിക്കുണ്ട്. പക്ഷെ ഏട്ടൻ സമ്മതിക്കുന്നില്ല. അതെന്ന് വെച്ചാൽ ഇതാണ്, ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. അതിനെ നന്നായി പാമ്പർ ചെയ്യണം, നന്നായി നോക്കണം. പിന്നെ എനിക്ക് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇവളോട് അവിടെ ഇരിക്കും, സുന്ദരി അവിടെ പോയിട്ട് ഇരിക്കും എന്ന് പറഞ്ഞാൽ അവൾ അവിടെ ഇരിക്കും. സുന്ദരി വാ ഭക്ഷണം കഴിക്ക്, അവൾ വരും. സരമ എങ്ങനെയല്ലായിരുന്നോ? അപ്പോൾ ഒരു പ്രത്യേക എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പറയണതൊക്കെ കേൾക്കണോ, പിന്നെ നമ്മൾ വർത്തമാനം പറയണതൊക്കെ അവൾക്ക് മനസ്സിലാവണുണ്ട്, ഞാൻ സംസാരിക്കണതൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിന്ന് അവൾ കഴിക്കുന്ന സരമ എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങൾ. എങ്ങനെയുണ്ട് അവിടെ, ചൂടൊക്കെ ഉണ്ടോ? നാട്ടിലൊക്കെ എല്ലാം ഭയങ്കര ചൂട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമുക്ക് നല്ല ചൂടാണ്. ഫാനൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ എ സി ഒന്നും ഇവിടെ ഇല്ല, എ സി വർക്ക് ചെയ്യുന്നില്ല. അതിന് ശേഷം നമ്മളതൊക്കെ മാറ്റി അതിന് ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഒരു എ സിയിൽ പണ്ട് വളർന്ന് ഞാനങ്ങനെ വളർന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ എ സി ഉണ്ടായിരുന്നത് ഇവിടെ, അത് പണ്ടത്തെ ഒരു സംഭവമായിരുന്നു. കേടായിപ്പോൾ പിന്നെ അതൊന്നും ഇല്ല ഇപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിക്കാൻ തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം. എന്താ പറയുക, നമുക്ക് ഒരുപാട് ആശുപൂഷൊക്കെ കാണിച്ച് ജീവിക്കൊന്നും വേണ്ട. നമുക്കുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ നല്ല രീതിയിൽ നന്നായി സന്തോഷമായിട്ട് ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോകണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലായി. നല്ല രീതിയിൽ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ചില സമയത്തൊക്കെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല വിഷമവും സങ്കടമൊക്കെ ആണ്. എങ്കിലും തരണം ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഫീലിങ്സ് അന്നും ഇന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്.
അതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കും. എനിക്ക് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നുണ്ട്, ചില കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകണം, സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനപ്പോൾ സുന്ദരിയും കൂടി ഞങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നു. സുന്ദരിക്ക് ഇന്നും ഞാൻ രാവിലെ ഫുഡ് കൊടുക്കുക, അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക. സുന്ദരീനെ ഞാൻ ഇങ്ങനെ നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സുന്ദരിക്ക് എന്തോ വയ്യായിക ഉണ്ട് കേട്ടോ, അതിൻ്റെ ടെങ് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു നീണ്ട് അങ്ങനത്തെ വാലും സ്ട്രെങ്ത്തൊക്കെ ഉള്ള പോലെ ഇങ്ങനെ അങ്ങനെയൊക്കെ ആണ്. സുന്ദരിക്ക് എന്തോ പ്രശ്നമൊക്കെ ഉണ്ട് തോന്നുന്നു, സ്കിൻ അലർജി. ഇപ്പം അവളിത്തിരി പുഷ്ടിയൊക്കെ വിട്ടിട്ടുണ്ട്. നമ്മൾ സ്നേഹം കാരണമാണ് ആട്ടം പറയണത്. രാവിലെയൊക്കെ നാമം ചൊല്ലുന്ന സമയത്ത് അവൾ ഇവിടെയല്ലേ കിടക്കുന്നത്, അപ്പോൾ അവൾക്ക് അതിൻ്റെ പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്നുണ്ടാവും. അത് കാരണം അപ്പം അതിന് തൊട്ടിപ്പുറത്താണല്ലോ നമ്മൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇത്രയുള്ള കേട്ടോ. അഖിലിൻ്റെ പ്രസാദ് ഫാമിലിയുടെ സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ. സുന്ദരി.